ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാവുന്നതെന്നും കാതോലിക്ക ബാവ. എന്നാൽ ഈ ജനവിധി നിയമസഭയിൽ പ്രതിഫലിക്കണമെന്നില്ല. ജസ്റ്റിസ് JB കോശി റിപ്പോർട്ടിൽ എന്താണ് എന്നറിയാൻ ക്രൈസ്തവർക്ക് അവകാശമുണ്ട്. മതങ്ങളെ മാത്രം കൂട്ടുപിടിച്ച് ആർക്കും അധികാരത്തിലെത്താനാവില്ലെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ വ്യക്തമാക്കി. ഒരു ഭരണമാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലേ? അതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കുന്നത്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കുന്നത്. അത് അതേപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം അത് പ്രതിഫലിക്കാം, അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകാം, അതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന. ഇപ്പോൾ പൊതുവെ ഒരു വിലയിരുത്തലുള്ളത് ന്യൂനപക്ഷങ്ങൾ ഒരു UDFന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ്. അതിൽ ക്രൈസ്തവ വിഭാഗങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗവും അങ്ങനെ വന്നിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതൊരുതരം ഡിവൈഡിന് കാരണമാകുന്നുണ്ട് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നത്. ഇപ്പോൾ മറുവശത്ത് അപ്പോൾ LDF അത് ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നു. ഇങ്ങനെയൊക്കെ വരുന്നത് പൊതുവെ ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്നാണോ? നിശ്ചയമായിട്ടും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതൊരു മത രാഷ്ട്രമാണ് എന്നുള്ളതുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് മതത്തെ പ്രീണിപ്പിക്കാൻ അവരെല്ലാവരും ശ്രമിക്കുന്നത് സാധാരണയാണ്. മതങ്ങൾക്ക് അതിന് അവർക്ക് പിന്തുണ കൊടുക്കും, അവരുടെ സഹാനുഭൂതിയിൽ തന്നെ നിൽക്കും. എന്നാൽ അതേ സമയത്ത് അതിൻ്റെ മാത്രം കൊണ്ടൊരു വിജയമൊന്നും ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. മതങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്, ആരും മതത്തിനെയും സഹായിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അനർഹമായിരിക്കുന്ന ഒന്നും നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല. നീതി വേണം, സത്യം വേണം, ഇത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അസത്യമായോ അനീതിയായോ ഏതെങ്കിലും കാര്യം ഓർത്തഡോക്സ് സഭ ചെയ്തു തരണമെന്ന് ഒരു ഗവൺമെൻറ് BJPയോടോ UDFനോടോ LDFനോ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നമുക്ക് അർഹമായിരിക്കുന്നത് ലഭിക്കണം. ആ അർഹമായത് ലഭിക്കാതിരുന്നാൽ അതിനെതിരെ നമ്മൾ ശബ്ദമില്ല. പക്ഷെ അതൊരു സമ്മർദ്ദമായിട്ട് വ്യാഖ്യാനിക്കപ്പെടില്ലേ ബാവ? എങ്ങനെ ഒരു സമ്മർദ്ദം സർക്കാരിൽ സഭകൾ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല, സർക്കാരിനോട് നീതിയുക്തമായി പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. അതെങ്ങനെയാണ് സമ്മർദ്ദമാകുന്നത്? നമ്മൾക്ക് അർഹമല്ലാത്തത് ഏതെങ്കിലും സാധനം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ പുറകെ നടക്കുന്നതാണ് സമ്മർദ്ദമെന്ന് പറയും. എനിക്ക് അർഹമായിരിക്കുന്നത് ലഭിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് സമ്മർദ്ദമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടുന്നില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടത് സർക്കാർ ആവശ്യപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. അദ്ദേഹം ചുമ്മാതെ റിപ്പോർട്ട് ഉണ്ടാക്കിയതല്ല, സർക്കാർ ആവശ്യപ്പെട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയതാണ്. അതനുസരിച്ചൊരു വളരെ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം റിപ്പോർട്ടുണ്ടാക്കി. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്താൽ തന്നെ മാത്രമല്ല നമുക്ക് പ്രതികരിക്കാൻ ഒക്കുകയുള്ളൂ. പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രം ആ പബ്ലിഷ് ചെയ്യുന്നതായ സമയത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് അനർഹമായ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമുക്കറിയില്ല, അത് നമ്മൾ എതിർക്കുന്നില്ല. ഏതെങ്കിലും മതത്തിൻ്റെ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുകയില്ല. അതേസമയത്ത് മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ മതങ്ങൾക്കും അവയ്ക്ക് അർഹതപ്പെട്ടതെല്ലാം കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് JB കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുക. എന്തുകൊണ്ട് സർക്കാർ അത് പുറത്തുവിടുന്നില്ല? നമുക്കറിയില്ല എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല. അതിനൊരു കാരണം ഇപ്പോൾ മതന്യൂനപക്ഷങ്ങളിൽ തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടാകും എന്ന് സർക്കാരിനുള്ള ഭയം കൊണ്ടാണോ, അതോ മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി സർക്കാർ ചെയ്യുന്നതാണോ? എന്തെങ്കിലും അതിലൊന്ന് വരുമല്ലേ എന്തായാലും? അത് സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ JB കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചിരിക്കുന്നത് സർക്കാരേ ഉള്ളൂ, നമ്മളാരും വായിച്ചിട്ടില്ല. അവരുടെ വീക്ഷണം എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ നമുക്കത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും. ഇതൊന്നും അല്ലാതെ JB കമ്മീഷൻ റിപ്പോർട്ടൊന്നും പ്രസിദ്ധീകരിക്കാതെ ഇപ്പോൾ തേങ്ങ മുഴുവനായിട്ട് കൊണ്ടുവന്നിട്ട് അതിനകത്തേത് എങ്ങനെയാ പേടാണോ അല്ലതാണോ നമ്മളിങ്ങനെ അറിയുന്നേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.